ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് വെൽഡിംഗ് സെറ്റാണ്, ആംപ്ലിഫയറുകളൊന്നല്ല. അപ്പോൾ വെൽഡിംഗ് സെറ്റും ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഇലക്ട്രോണിക്സ് വെൽഡിംഗ് സെറ്റാണ്. ഇലക്ട്രോണിക്കിൽ SMBS വഴി വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ സിസ്റ്റമാണ് ഇതിൽ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ IGBT വെൽഡിംഗ് സെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണിക്കും, പക്ഷേ ഔട്ട്പുട്ട് പവറില്ല ഇതിന്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കി വെക്കാം അതിക്ക്. അപ്പോൾ അതിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓണാക്കാണ്. അപ്പോൾ ഓണായി പവർ വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ വോൾട്ടേജിൻ്റെ ആംബിയറിൻ്റെ നോബ് നമ്മൾ തിരിക്കുമ്പോൾ അതൊക്കെ വർക്കിംഗ് ആണ്. ഒരു 110 നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡറൊന്നും വെച്ച് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ വോൾട്ടേജ് വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ 2 തലയും കത്തിപ്പോണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു സെറ്റപ്പുകളും കാര്യങ്ങളും ഇതിൽ കാണാനില്ല, തീരെ പവറില്ല. അപ്പോൾ ഡിസ്പ്ലേ മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഇതാണ് വയറ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം, എങ്ങനെ റെഡിയാക്കാൻ നോക്കി വെക്കാം നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസുകളോ അതേപോലെ മെക്കാനിക്കൽപരമായിട്ട് ഏതെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കമൻറ്റുകൾ ഇടുന്നതിനനുസരിച്ച് നമ്മൾ മറുപടികളും കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ ഒരു വീഡിയോയ്ക്കും ഇട്ട കമൻറ്റുകൾക്കൊന്നും മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇതിലിപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറയാനുള്ളത്, ഇപ്പോൾ മെയിനായിട്ട് കംപ്ലൈൻറ്റുകൾ കണ്ടിട്ടുള്ളത്, ഇതിലൊരു കപ്പാസിറ്റർ വീർത്തിട്ടാണ് ഇരിക്കുന്നത്, പൊട്ടി വീർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ കപ്പാസിറ്റർ പോകാൻ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പോയിണ്ടാവും. ആ പോയിട്ടുള്ള കാരണമാവുക ആ കപ്പാസിറ്ററും പോയിണ്ടാവുക. അപ്പോൾ നമുക്ക് ആ കപ്പാസിറ്റർ ഊരിയെടുത്തിട്ട് നോക്കി വെക്കാം. ഊരിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ സോൾഡറിങ് ഒക്കെ വേറെടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ കപ്പാസിറ്ററിൻ്റെ അവസ്ഥ. പൊട്ടിയിട്ട് ആകെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ 475 400 വോൾട്ട്. ഇതാണ് കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്റർ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കപ്പാസിറ്ററും അതേപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലം അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടില്ലേ, ഇതിൽ ഈ ഭാഗത്താണ് അത് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാധനം മാത്രമാണ് ഇതിലത്തെ പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കി വെക്കാം, അത് മാറ്റിയിട്ടിട്ട് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം വേറെ. അപ്പോൾ നമ്മൾ അതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 400 വോൾട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് വോൾട്ടേജ് ചെറിയ വ്യത്യാസമുണ്ട്, നമുക്ക് കറക്റ്റ് വാല്യൂ അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് 450 വോൾട്ട് ഉണ്ട്. അപ്പോൾ അത് 2 കപ്പാസിറ്ററും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ 2 കപ്പാസിറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പാസിറ്റർ നമുക്ക് മാറ്റിയിടാം. അപ്പോൾ അതിൻ്റെ ലെഗ് നമ്മൾ ഇവിടുന്ന് വേറെടുത്തണം. ഒരെണ്ണത്തിൻ്റെ ലെഗ് വേറിട്ടിട്ടില്ല, അപ്പോൾ അത് വേറെടുത്തണം. അപ്പോൾ ഇത് വേറെടുത്തിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ വേറെടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ സോൾഡറിങ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് വേറെടുത്തി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് വന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഊരിയെടുത്തിട്ട് അതിൻ്റെ ഹോളുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെഡൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കപ്പാസിറ്റർ ഇതിലാണ് വരുന്നത്, ഒരെണ്ണം. ഫസ്റ്റത്തെ കപ്പാസിറ്റർ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഫസ്റ്റത്തെ കപ്പാസിറ്റർ വരുന്നത്, ഈ ഗ്യാപ്പിലായിട്ട്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ അതിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ കാല് 2 ഊരി പോരാണ്ടിരിക്കാനായിട്ട് ചെറുതായിട്ട് ഇത്ര നീളം ഉണ്ടാവും കാല്. അപ്പോൾ അത് 2 സൈഡിലേക്കായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്, സോൾഡർ ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കപ്പാസിറ്ററും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. ഇതിലായിട്ടാണ് അടുത്ത കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ അതിലിട്ടിട്ടുണ്ട്. അതും അതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ കാല് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ കാല് 2 സൈഡിലേക്കും മടക്കിയിട്ടു. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് മടക്കിയിട്ടു. അതിന് ശേഷം നമ്മളത് സോൾഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയണത്. നമ്മൾ സോൾഡർ ചെയ്യുക, അടിപൊളിയായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കപ്പാസിറ്ററിൻ്റെ കാലിന് നമ്മൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫസ്റ്റ് കപ്പാസിറ്റർ നമ്മൾ സോൾഡർ ചെയ്തു. അതുപോലെ രണ്ടാമത്തെ കപ്പാസിറ്ററും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ കപ്പാസിറ്റർ ബൾജായിട്ടുള്ളതാണ് രണ്ടും.
അപ്പോൾ ഒരെണ്ണം ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഊരിയിട്ട് ചെക്കിങ് പൊട്ടിത്തെറിച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പൊട്ടിത്തെറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൊട്ടിത്തെറിച്ചിട്ടില്ല, പൊട്ടിത്തെറിക്കാനുള്ള ഒരു വിധം ആയിട്ടുണ്ട്, അതേ രൂപത്തിലായിട്ടുണ്ട്. അത് നമ്മൾ കപ്പാസിറ്ററുകൾ കംപ്ലീറ്റ് സോൾഡർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അതിൻ്റെ ബാക്കി നിൽക്കണ കാലുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഫുള്ള് കാലുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്വിച്ച് വയർ വേറെടുത്തിട്ടിട്ടൊന്നുമില്ല നമ്മൾ. അപ്പോൾ അത് ഓണായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഓൾറെഡി. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇനി ലെഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടൊന്ന് പൊടി തട്ടി കളയാം ഫുള്ളായിട്ട്. അതിനുശേഷം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ സെറ്റിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ വെൽഡിങ് സെറ്റിൻ്റെ കപ്പാസിറ്ററുകളൊക്കെ നമ്മൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നമ്മൾ സെറ്റ് ഓണാക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ അതിലായിട്ടാണ് സ്വിച്ച് വരുന്നത്. ഇതാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ ബാക്ക് വശം. അപ്പോൾ നമ്മൾ പവർ ഓണാക്കാണ്. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. 112 കാണിക്കണത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. സപ്ലൈ അതിൽ വന്നിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ തന്നെ ആണോ കംപ്ലൈൻറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് അത് മാത്രമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ വയർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ വയർ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്, കുത്തി നോക്കുകയാണ് അതിൽ പവർ വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഓക്കെയാണ് സാധനം സെറ്റായി. ഇത്രയ്ക്കുള്ള നമുക്കൊരു വെൽഡിങ് സെറ്റ് റെഡിയാക്കാൻ. അപ്പോൾ വെൽഡിങ് സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്കൊരു വെൽഡിങ് സെറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ വീഡിയോകളൊക്കെ അയച്ചു തരിക. അപ്പോൾ ഞാനിതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. അപ്പോൾ നമുക്ക് ആ വീഡിയോ അതിന് പറ്റിയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.